തമിഴ്നാട്ടിൽ AIDMK പിളർപ്പിലേക്ക് എടപ്പാടി കെ പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി പിന്തുണച്ച നിയമസഭാ സെക്രട്ടറിക്കും പ്രോടൈം സ്പീക്കർക്കും കത്ത് നൽകി 17 MLA-മാർ 30 പേർ TVKയ്ക്ക് പിന്തുണ നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനീഷ്, AIDMK പിളർപ്പിലേക്ക് എന്നുള്ള ആ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അതിനുള്ള പ്രധാന കാരണമായി എടുത്തു പറയുന്നത് TVKയ്ക്കുള്ള ആ പിന്തുണ തന്നെയാണോ? പ്രോടൈം സ്പീക്കർക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് MLA-മാർ എന്നും അറിയാൻ സാധിക്കുന്നു. ഏത് തരത്തിലേക്കാണ് ഈ പാർട്ടിയുടെ നീക്കം? അനുപ പ്രവിത പ്രോട്ടം സ്പീക്കർക്കും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടറിക്കും ഇതിനകം തന്നെ കത്ത് നൽകി കഴിഞ്ഞു. 17 MLA-മാർ ഒപ്പിട്ട കത്താണ് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് DMK-യുടെ നിയമസഭാ കക്ഷി നേതാവായി എടപ്പാടി പളനിസ്വാമിയെ അംഗീകരിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത്. പക്ഷേ 47 MLA-മാരാണ് DMK-ക്ക് നിലവിലുള്ളത്. അതിൽ 30 പേർ TVKയെ പിന്തുണയ്ക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ, അതായത് TVK അധികാരത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള തർക്കങ്ങൾ ഇവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. അത് മുൻ മന്ത്രിമാരും AIDMK-യുടെ മുതിർന്ന നേതാക്കളുമായിട്ടുള്ള CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടക്കുകയും ചെയ്തു. കാരണം എടപ്പാടി പളനിസ്വാമിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 30 MLA-മാർ ഇപ്പോഴും ഈ SP വേലുമണിയുടെയും അതുപോലെ CV ഷൺമുഖത്തിന്റെയും നേതൃത്വത്തിലുള്ള 30 MLA-മാർ TVKയ്ക്ക് പിന്തുണ നൽകുക എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയാണ്, എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എന്നാണ് ഇന്നിപ്പോൾ ഈ പ്രോടൈം സ്പീക്കർക്ക് കത്ത് നൽകുന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നാളെ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് TVKയുടെ. അവിടെ എന്തായാലും ആ ഒരു വോട്ടെടുപ്പിന്റെ ഒരു പാറ്റേൺ നമുക്ക് കാണുമ്പോൾ ഇത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാവും. അതല്ലാണ്ട് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഈ പറഞ്ഞ ഇരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല SP വേലുമണിയും അതുപോലെ തന്നെ നിലവിലെ മുൻ മന്ത്രിയും നിലവിലെ കോയമ്പത്തൂർ MLA-യുമായിട്ടുള്ള സെന്തിൽ ബാലാജിയും തമ്മിൽ ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നിയമസഭയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നൊരു വിവരവും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പിളർപ്പിലേക്ക് എന്ന് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.